പ്രോഗ്രാമിംഗ്. ഡിയർ സ്റ്റുഡൻസ്, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഡെവലപ്പിംഗ് ആപ്ലിക്കേഷൻസ്. ഓക്കെ, എങ്ങനെയാണ് ആൻഡ്രോയിഡ് ആപ്ലിക്കേഷൻ ഡെവലപ്പ് ചെയ്യുക, അതിന് വേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്, ഏതൊക്കെയായിരുന്നു? ആൻഡ്രോയിഡ് ഇമുലേറ്റർ, ആൻഡ്രോയിഡ് യു ഐ, ആൻഡ്രോയിഡ് ഫങ്ഷണൽ കമ്പോണന്റ്, ആൻഡ്രോയിഡ് യു ഐ കൺസെപ്റ്റ്, ആൻഡ്രോയിഡ് സർവീസ് കമ്പോണന്റ്, ആൻഡ് ലാസ്റ്റ് വൺ ആൻഡ്രോയിഡ് മീഡിയ ആൻഡ് ടെലഫോണിക് കമ്പോണന്റ്. ഇത്രയും കാര്യങ്ങളാണ് ലാസ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത്. ഓക്കെ, so today we will discuss about fundamental components of Android application അല്ലെങ്കിൽ Android programming. Okay, first one views, second activity, fragments, indent, content providers, services and Android manifest.xml. ഇത്രയും ഫങ്ഷണൽ കമ്പോണൻസ് ആണ് ആൻഡ്രോയിഡ് ഡെവലപ്പിംഗ് നമ്മൾ യൂസ് ചെയ്യുന്നത്. നമുക്ക് നോക്കാം, ഓരോന്നും നോക്കാം. ഓക്കെ, സോ ഫസ്റ്റ് ആൻഡ്രോയിഡ് വ്യൂസ്. ഓക്കെ, ഇത് എക്സ്പ്ലെയിൻ ചെയ്യുന്ന കണ്ടന്റ് എന്ന് പറഞ്ഞാൽ ഇവിടെ ഉണ്ടോ, ഓരോ ഓപ്ഷൻസ് നിങ്ങൾ ടിക്ക് ചെയ്യുന്നുണ്ടോ? ഇതൊരു വ്യൂ എന്നുള്ള കൺസെപ്റ്റ് ആണ്. ഇത് ഏത് വ്യൂ എന്ന് പറഞ്ഞാൽ ലീനിയർ ടൈപ്പ് വ്യൂസ് ആണ്. ലിസ്റ്റ് വ്യൂ എന്ന് പറഞ്ഞാൽ ആക്സസ് ചെയ്യാം. ഒരു ലിസ്റ്റ് ആണ്, ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ്, ഫോർത്ത്. നമുക്ക് ഇവിടെ ഓപ്ഷൻസ് ഇങ്ങനെ ചെക്ക് ബോക്സ് ഓപ്ഷൻ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. സെറ്റിംഗ്സ് നോക്കിക്കഴിഞ്ഞാൽ പല ഡിവൈസിലും സെറ്റിംഗ്സ് നോക്കിയാൽ ഈ രൂപത്തിലുള്ള സെറ്റിംഗ്സ് കാണാൻ പറ്റും. ചില ഓപ്ഷൻസ് ഇവിടെ ഇവിടെ ചെക്ക് ബോക്സ് ആണ് കൊടുക്കുന്നത്. ഈ ചെക്ക് ബോക്സിന് പകരം നമുക്ക് എന്ത് കൊടുക്കാം? റേഡിയോ ബട്ടൺ കൊടുക്കാം, അല്ലെങ്കിൽ ടെഗിൾഡ് ബട്ടൺ കൊടുക്കാം. അപ്പോൾ ഇത് ഈ കൺട്രോൾസ് ഒക്കെ നമ്മൾ പഠിക്കും. ഓക്കെ, ഈ രൂപത്തിൽ കണ്ടിട്ടുണ്ടാവും. ഇവിടെ വേറെ ഒന്ന് നോക്കിയാൽ സെക്കൻഡ് വൺ കറക്റ്റ് ആയിട്ട് ലിസ്റ്റുകളല്ല കണ്ടോ, ഫസ്റ്റ് സെക്കൻഡ് ഓരോ ലിസ്റ്റ് താഴെ എഴുതിയിട്ടുണ്ട്. തേർഡ് വൺ നോക്കി, ഇത് ഓരോ ഡിവൈസിനും സെപ്പറേറ്റ് ഇന്റർഫേസ് ഉണ്ടായിരിക്കും. ആ ഇന്റർഫേസിന്റെ ഡിഫറൻസ് ആണ് കാണിക്കുന്നത്. ഓക്കെ, സോ ഇവിടെ ഉണ്ടോ ഒരു ലൈൻ കറക്റ്റ് ആയിട്ട് കാണിക്കുന്നുണ്ട്. ഈ ഒരു ലൈൻ ഇവിടെ ഉണ്ട്, പക്ഷെ വളരെ തിന്നായിട്ട് കാണിക്കുന്നത്. അപ്പോൾ ആ ഇന്റർഫേസ് അനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും. സോ യു ഐ കൺസെപ്റ്റ് ആണ് പറഞ്ഞിരുന്നത്. ഓക്കെ, സോ എനിവേ ഇത് ഒരു ലീനിയർ ടൈപ്പ് ആണ്. അതായത് ലിസ്റ്റ് വ്യൂ എന്ന് പറഞ്ഞ കണ്ടന്റ് ആണ് യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് നോക്കി, ഇവിടെ ഇമേജ് വ്യൂ. ഇവിടെ ഒരു ഇമേജ് കാണിക്കുന്നുണ്ട്. ഇതാ ഈ ഒരു ഇമേജ് തന്നെ ആയിരിക്കും ഇവിടെ ഉള്ളത്, പക്ഷെ ഇവിടെ ഒരു ഡിഫറെന്റ് ആണ് അല്ലെ, ആ സൈസ് കൂടി വന്നിട്ടുണ്ട്. അപ്പൊ പല ടൈപ്പിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇമേജിനെ സൂം ചെയ്യാം, അല്ലെങ്കിൽ സൂം ഔട്ട് ചെയ്യാം. ഇമേജ് വ്യൂ ചെയ്യുന്ന ഒരു ഭാഗം, സോ അതും വ്യൂസിൽ വരുന്ന വേറെ ഓപ്ഷനാണ് ഇമേജ് വ്യൂ. നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നുണ്ട്. ജസ്റ്റ് കമ്പോണൻസ് എന്താണ് പരിചയപ്പെടുന്നത്, അതിന്റെ പിക്ചർ മാത്രം എടുത്ത് കാണിക്കുന്നതാണ്. ഇതുപോലെ നോക്കിയ പിക്ചർ വ്യൂ ചെയ്യുന്ന ഓപ്ഷൻ, ഗാലറിയിൽ നിന്ന് നമ്മൾ ഒരു പിക്ചർ ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ ഇതുപോലെ കാണാൻ പറ്റും. ഇത് ലാൻഡ്സ്കേപ്പ് ആണ്. ലാൻഡ്സ്കേപ്പ് ഇവിടെ കാണിക്കുന്നില്ല, തിരിച്ചു വെച്ചിട്ടില്ല. ഫോൺ നോക്കി ഇതുപോലെ പോർട്രേറ്റ് മോഡിൽ തന്നെയാണ് ലാൻഡ്സ്കേപ്പ് കാണിക്കുന്നത്. കണ്ടോ, ഇവിടെ താഴെ ഉള്ളത് ജസ്റ്റ് ക്ലിക്ക് ചെയ്തു. ആ ക്ലിക്ക് ചെയ്തപ്പോൾ സെന്ററിലുള്ള കണ്ടന്റ് ഇവിടെ വരുന്നു. ഇനി ഇത് മൂവ് ചെയ്തതിനു ശേഷം ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു പിക്ചർ ഇവിടെ വരും. ഇതുപോലെ ഇവിടെ ഈ ഒരു പിക്ചറാണ് ക്ലിക്ക് ചെയ്തുള്ളത്. സോ ക്ലിക്ക് ചെയ്ത സെലക്ട് ചെയ്ത പിക്ചർ എന്ത് ചെയ്യും, ഇവിടെ അതുപോലെ ഡിസ്പ്ലേ ചെയ്ത് വരും. കണ്ടിട്ടുണ്ടാവും അല്ലെ, ഓരോ ഫോണിലും വ്യത്യസ്ത രൂപത്തിലായിരിക്കും അത് വ്യൂ ചെയ്യുക. നോക്കിയാൽ ഇവിടെ വേറെ വ്യൂ കണ്ടോ, ഇതാണ് നമ്മൾ ഫോക്കസ് ചെയ്ത കറന്റ് വ്യൂ എന്ന് പറയുന്നത്. ഇത് നെക്സ്റ്റ് ആണ്, ഇത് പ്രീവിയസ് ആണ്. നമുക്ക് ഇങ്ങനെ സ്വൈപ്പ് ചെയ്യാം, അല്ലെങ്കിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്യാം. ഇതിങ്ങനെ മാറി വരുന്നുണ്ടാവും വൺ ബൈ വൺ ആയിട്ട്. സോ നെക്സ്റ്റും പ്രീവിയസും ആ രൂപത്തിൽ അറേഞ്ച് ചെയ്യാം. സെന്ററിൽ ഉള്ളത് നമ്മൾ ഫോക്കസ് ചെയ്ത് ഇവിടെ കാണാൻ കഴിയും. ഈ രൂപത്തിലുള്ള വ്യൂസ് നമുക്ക് കാണാം. വേറെ ഒന്നാണ് മാപ്പ് വ്യൂ. പല രൂപത്തിലുള്ള മാപ്പ് വ്യൂ ആണ്, സിംഗിൾ വ്യൂ അല്ല, നോർമൽ ആയിട്ട് നമുക്ക് ക്ലിക്ക് ചെയ്യാം. പല ടൈപ്പ് വ്യൂസ് നമുക്ക് കിട്ടും മാപ്പിൽ. ഓക്കെ, ദെൻ വേറെ ഒന്നാണ് ഗ്രിഡ് വ്യൂ. കണ്ടോ, ഇതൊരു ഗ്രിഡിന്റെ പ്രത്യേകത എന്താ, ഒരു ഗ്രിഡ്, ഒരു സെല്ല് അതിന്റെ സെയിം ഡയമെൻഷൻ ആയിരിക്കും അടുത്ത സെല്ല്. ഇതിൽ കാണിക്കുന്ന എല്ലാ സെല്ലും സെയിം ഡയമെൻഷൻ ആയിരിക്കും. എത്ര വലിയ പിക്ചേഴ്സ് ഇട്ട് കഴിഞ്ഞാലും ചെറിയ പിക്ചർ ആയാലും അതിന്റെ എല്ലാം ഡയമെൻഷൻ കറക്റ്റ് ആയിരിക്കും. ഗ്രിഡ് ഓരോ ഗ്രിഡും സെയിം പർപ്പസിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യും. ഒരു ഗ്രിഡ് എന്തൊക്കെ പ്രോപ്പർട്ടി ആക്സസ് ചെയ്യണ്ടോ, സെയിം പ്രോപ്പർട്ടി, സെയിം മെത്തേഡ് എല്ലാം അതേപോലെ ആയിരിക്കും നെക്സ്റ്റ് തൊട്ടടുത്ത് വരുന്ന ഗ്രിഡുകൾ. ഇതൊരു ഗ്രിഡ് വ്യൂവിന് വേറൊരു എക്സാമ്പിൾ ആണ്. കണ്ടോ, എല്ലാം ഒരേ ഡയമെൻഷനിലാണ് കാണിക്കുന്നത്, ഗ്രിഡ് വ്യൂ. ഓക്കെ, നെക്സ്റ്റ് വരുന്നതാണ് സ്പിന്നർ എന്നുള്ള കൺസെപ്റ്റിലാണ് വരുന്നത്. നമ്മുടെ കോംബോ ബോക്സ് പറയല്ലേ, സെലക്ട് ബോക്സ് എന്ന് പറഞ്ഞ ആ ഒരു കൺസെപ്റ്റ് ആണ്. ഇവിടെ ഇതുപോലെ ഒരു ഓപ്ഷൻ ഉണ്ടാവും, ഇവിടെ ക്ലിക്ക് ചെയ്യുക. ഈ ഒരു ആരോ, ഇതൊരു ആരോ എന്ന് കറക്റ്റ് നമുക്ക് പറയാൻ കഴിയും. സാധാരണ കോംബോ ബോക്സിന് താഴോട്ടേക്ക് ആരോ വരും, പക്ഷെ ഇവിടെ ഈ ഒരു സിമ്പിൾ ഉണ്ടായിരിക്കും. നമുക്ക് കണ്ടിട്ടുണ്ടാവും. ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ താഴത്തെ ഇതുപോലെ ഡ്രോപ്പ് ഡൗൺ ലിസ്റ്റ് വരും. ഇതിൽ നിന്ന് നമ്മൾ വേണ്ടി സെലക്ട് ചെയ്യാം. ഇവിടെ കണ്ടാൽ മെർക്കുറി എന്നുള്ള ഓപ്ഷനാണ്. ഇവിടെ ജസ്റ്റ് ഇതിൽ ക്ലിക്ക് ചെയ്തപ്പോൾ താഴത്തെ ഡ്രോപ്പ് ഡൗൺ ലിസ്റ്റ് വന്നു. ഇതിൽ നമുക്ക് ആവശ്യമില്ല ജസ്റ്റ് ക്ലിക്ക് ചെയ്യാം. കോംബോ ബോക്സ് എന്ന് ആക്ച്വലി നമുക്ക് പറയാം, പക്ഷെ ഇതിന്റെ പേര് ഇവിടെ പറയുന്നത് സ്പിന്നർ എന്നാണ് പറയുന്നത്. സ്പാൻ എന്ന് പറഞ്ഞാൽ കൂട്ടി യോജിപ്പിക്കുക. സ്പിന്നർ അതിന്റെ കൺട്രോളിന്റെ പറഞ്ഞ പേരാണ് സ്പിന്നർ എന്ന് പറഞ്ഞ ഓപ്ഷൻ. ഈ രൂപത്തിലുള്ള വ്യൂസ് നമുക്ക് അവൈലബിൾ ആണ്. ഓക്കെ, അതാ ഇവിടെ കണ്ടോ, ഇവിടെ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ താഴോട്ട് ഓപ്ഷൻസ് വരുന്നു, കൺട്രോൾ. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് ഗാലറി വ്യൂ. ഗാലറിയിൽ 2-3 ടൈപ്സ് നമുക്ക് ഗാലറി കാണാൻ കഴിയും. അപ്പൊ ഇവിടെ നോക്കിയേ, ഇതെല്ലാം ഗ്രിഡ് ടൈപ്പ് ഉള്ളത് അല്ലെ, ഗ്രിഡ് ടൈപ്പിലുള്ള ഒരു ഗാലറിയാണ്. ഇങ്ങനെ നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ ഓരോ ഡിവൈസിന്റെയും അപ്ഡേറ്റ് വെർഷൻസ് വരുമ്പോൾ ഇതിലൊക്കെ ചേഞ്ച് വരാറുണ്ട്. ഇത് കുറച്ച് മുമ്പ് ഉണ്ടായിരുന്ന ഡിവൈസ് ആയിരുന്നു. ഇവിടെ നമ്മളൊരു പോർട്രേറ്റിൽ ഒരു പിക്ചർ എടുത്തു കഴിഞ്ഞാൽ ആ പിക്ചർ ഇവിടെ പോർട്രേറ്റിലാണ് കാണിക്കുക. തൊട്ട് അതിനുശേഷം നമ്മൾ ലാൻഡ്സ്കേപ്പ് പിക്ചർ എടുത്തിട്ടുണ്ടെങ്കിൽ ഇവിടെ ലാൻഡ്സ്കേപ്പ് കാണിക്കും. അപ്പൊ അതിന്റെ അടുത്തൊരു ഗ്യാപ്പ് വരും. ആ ഗ്യാപ്പിൽ നെക്സ്റ്റ് പിക്ചർ വരുമ്പോൾ അത് അറേഞ്ച് ചെയ്യും. ഇതൊരു പെർട്ടിക്കുലർ നമ്മൾ ഫോട്ടോ എടുത്തത് പോർട്രേറ്റ് ലാൻഡ്സ്കേപ്പ് ഏതാണോ അത് അതേ മോഡിൽ തന്നെ ഇവിടെ കാണാൻ പറ്റും.
ഇതൊരു ഗ്രിഡ് രൂപത്തിലാണ് കാണിക്കുന്നത്. ഏതെടുത്തു കഴിഞ്ഞാലും ഏത് പിക്ചർ നോക്കി കഴിഞ്ഞാലും അതിന്റെ പിക്ചറിനുള്ളിൽ ഡയമെൻഷൻ ചേഞ്ചസ് ഉണ്ടെങ്കിലും ഡയമെൻഷൻ വ്യത്യാസം ഉണ്ടെങ്കിലും ഇവിടെ കാണിക്കുമ്പോൾ എല്ലാം ഗ്രിഡ് പോലെ കാണിക്കുക. പക്ഷെ ഇവിടെ അങ്ങനെ ആയിരിക്കുന്നില്ല, അതൊരു വ്യത്യാസമുണ്ട്. അതാ ഇവിടെ നോക്കിയേ, ഇവിടെ അതുപോലെ ഡിഫറെന്റ് ടൈപ്സിലെ പിക്ചർ. ഇവിടെ കണ്ടോ ചെറിയൊരു പിക്ചർ ഇവിടെ, ഇതും കോമൺ ആണ്, സെയിം അതേ ഡിവിഷനാണ് ഇവിടെ വന്നിട്ടുള്ളത്, അതേ ഡയമെൻഷനിലാണ് പിക്ചർ എടുത്തിട്ടുള്ളത്. ഇവിടെ എടുത്ത പിക്ചർ വ്യത്യാസമുണ്ട് അല്ലെ? ഇവിടെ എടുത്ത പിക്ചർ നോക്കി, ഈ ഒരു പിക്ചർ വളരെ ചെറിയൊരു ക്രോപ്പ് ചെയ്ത ചെറിയൊരു പിക്ചറാണ് കണ്ടോ. അപ്പൊ ആ ഒരു ഫോട്ടോ ഡിഫറെന്റ് ടൈപ്സ് ആണ് വരുന്നത്. അപ്പൊ ഇങ്ങനെ ഡിസ്പ്ലേ ചെയ്യുന്ന കണ്ടന്റ് ഇതും നമുക്ക് ഗാലറിയിൽ നിന്നുള്ള വ്യൂസ് നമുക്ക് അറേഞ്ച് ചെയ്യാൻ പറ്റും. ഓക്കെ, നെക്സ്റ്റ് വൺ ആക്ടിവിറ്റി. ആക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത് ഒരു ആക്ടിവിറ്റി, UI ആക്ടിവിറ്റി എന്ന് പറയും. ഇതാണ് മെയിൻ ആക്ടിവിറ്റി നമ്മുടെ ആപ്ലിക്കേഷൻ. ഇവിടെ ക്യാമറ എന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ വേറൊരു വിൻഡോ തുറന്നു വരും. സോ ഇതൊരു ആക്ടിവിറ്റിയാണ്. ഇതിന്റെ അകത്തുള്ള പ്രോഗ്രാംസും കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുന്നത് ഇതൊരു ആക്ടിവിറ്റി നമ്മൾ റെപ്രസെന്റ് ചെയ്യാം. ഈ ഷെയർ എന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ വേറെ ഒരു ഓപ്ഷൻ നമുക്ക് തുറന്നു വരും, ഇതൊരു ആക്ടിവിറ്റിയാണ്. അതിൻ്റെ ഉള്ളിൽ കുറെ കൺട്രോൾസ് ഉണ്ടാവും, പ്രോഗ്രാംസ് ഉണ്ടാവും. ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ വേറൊരു വിൻഡോ ഓപ്പൺ ആക്കി വരാം, അങ്ങനെയുള്ള കണ്ടന്റ് ഒക്കെ അവിടെ വരും. ഇത് നമ്മുടെ മെയിൻ ആക്ടിവിറ്റി. ഇത് രണ്ടും സബ് ആക്ടിവിറ്റീസ്. സോ ആക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ ഒരു ഇന്റർഫേസ് ആണ്. ആ ഇന്റർഫേസിൽ നമുക്ക് യൂസ് ചെയ്യാവുന്ന കൺട്രോൾസ് ആക്സസ് ചെയ്യാം, അതുപോലെ അതിലുള്ള കോഡുകൾ ടൈപ്പ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഒരു വിൻഡോ നമ്മൾ ഓപ്പൺ ആക്കി വരുന്ന ആ ഒരു കൺസെപ്റ്റിനാണ് നമ്മൾ ആക്ടിവിറ്റി എന്ന് പറയുന്നത്. ഫസ്റ്റ് നമ്മൾ ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ആയി വരുന്നതാണ് മെയിൻ ആക്ടിവിറ്റി, അതിന്റെ ബാക്കിയുള്ളതാണ് സബ് ആക്ടിവിറ്റീസ്. ഓക്കെ, അത് ക്ലിക്ക് ചെയ്യുമ്പോൾ ഇനി ഇവിടെ എന്തെങ്കിലും ഓപ്ഷൻസിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ വേറെ വിൻഡോ ഓപ്പൺ ആയി വരും. അപ്പോൾ അത് ഒരു സബ് ആക്ടിവിറ്റിയാണ്, വേറെ ഒന്ന്. ഓക്കെ, സോ ആക്ടിവിറ്റി ഇവിടെ നോക്കി, ഇത് നമ്മുടെ മെയിൻ ആക്ടിവിറ്റി അല്ല. ഇനി നമുക്ക് ഗോ ടു സെക്കൻഡ് ആക്ടിവിറ്റി, ഇതൊരു ബട്ടണാണ്. ഇവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ ഈ ഒരു വിൻഡോയിലോട്ട് പോയി. എന്നിട്ട് നമ്മളിവിടെ സം ടെക്സ്റ്റ് ഇവിടെ ടൈപ്പ് ചെയ്യാം. എന്ത് മെസ്സേജ് നമ്മൾ ടൈപ്പ് ചെയ്തതിനു ശേഷം സെൻഡ് ടെക്സ്റ്റ് ബാക്ക് എന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ടെക്സ്റ്റ് ഇങ്ങോട്ട് വരും. ആ വരാനുള്ള ഒരു കോഡ് നമ്മൾ പ്രോഗ്രാമിൽ എഴുതും. ഓക്കെ, അപ്പൊ ഇത് സെക്കൻഡ് ആക്ടിവിറ്റി. ഇവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ ഈ ഒരു ആക്ടിവിറ്റിയിലോട്ട് വന്നു. ഇവിടെ ഈ ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ ഈ ആക്ടിവിറ്റിയിൽ നിന്ന് ഇങ്ങോട്ട് തിരിച്ചു വരും. സോ രണ്ട് ആക്ടിവിറ്റി. അത് ഫസ്റ്റ് മെയിൻ ആക്ടിവിറ്റിയാണ്, ഫസ്റ്റ് ഓപ്പൺ ആയി കിട്ടുന്ന ആക്ടിവിറ്റി മെയിൻ ആക്ടിവിറ്റി. അതിന്റെ ഡീറ്റെയിൽ ആണ് സബ് ആക്ടിവിറ്റി. ക്ലിയർ? ഇത് കണ്ടോ, ഫസ്റ്റ് ആപ്ലിക്കേഷൻ മെയിൻ ആക്ടിവിറ്റി, ഹലോ വേൾഡ് ക്ലിക്ക് ചെയ്തു, ദെൻ സബ്മിറ്റ് സെൻഡ് കൊടുത്തു കഴിഞ്ഞാൽ ഇത് സെക്കൻഡ് ആപ്ലിക്കേഷൻസിലോട്ട് അല്ലെങ്കിൽ വേറൊരു വിൻഡോ ആക്ടിവിറ്റിയിലോട്ട് വർക്ക് ചെയ്തത്. അപ്പൊ ഇതൊരു ആക്ടിവിറ്റി, ഇത് വേറൊരു ആക്ടിവിറ്റി. കണ്ടോ? ദെൻ ഫ്രാഗ്മെന്റ്സ് എന്ന കണ്ടന്റ്. ഫ്രാഗ്മെന്റ്സ് ഞാൻ എക്സാമ്പിൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ബേസിക് കമ്പണീസ് പറഞ്ഞ സമയത്തോടെ പറഞ്ഞ ഫ്രാഗ്മെന്റ്സ്. ഫ്രാഗ്മെന്റ്സ് എന്ന് പറഞ്ഞാൽ നോർമലി നമുക്കൊരു ഫംഗ്ഷൻ എന്ന് പറയും അല്ലെ, ഒരു പ്രോഗ്രാമിനകത്ത് വരുന്ന വേറൊരു ഫംഗ്ഷൻ. മെയിൻ മെത്തേഡ് നമ്മൾ കോൾ ചെയ്യുമ്പോൾ അതിൽ വർക്ക് ചെയ്ത് ഒരു സം എന്ന് പറഞ്ഞ വേറൊരു ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്യാറുണ്ട് അല്ലെ, സിഒ ജാവ പ്രോഗ്രാംസ് ഒക്കെ ചെയ്യാറുണ്ട്. അതുപോലെ ഒരു കൺസെപ്റ്റ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാം ഈ ഒരു ഫ്രാഗ്മെന്റ് എന്ന് പറയുന്നത്. അപ്പൊ ഇതാണ് നമ്മുടെ മെയിൻ ആക്ടിവിറ്റി, ഒരു മെയിൻ ആക്ടിവിറ്റി. ഈ മെയിൻ ആക്ടിവിറ്റിയിൽ സബ് ആയിട്ട് വരുന്നതാണ് ഒന്ന് ഫ്രാഗ്മെന്റ് എ. ഇതൊരു ഫ്രാഗ്മെന്റ് എ ആണ്, ഫസ്റ്റ് ഫ്രാഗ്മെന്റ്. ഇത് ഫ്രാഗ്മെന്റ് ബി, വേറൊരു ഫ്രാഗ്മെന്റ്. ഓക്കെ, നമ്മൾ പ്രോഗ്രാം റൺ ചെയ്യുമ്പോൾ നമുക്ക് ആവശ്യമുള്ള സമയത്ത് എന്ത് ചെയ്യാം, ഫ്രാഗ്മെന്റ് എനെ കോൾ ചെയ്ത് കഴിഞ്ഞാൽ ഇത് അവിടെ ഡിസ്പ്ലേ ചെയ്ത് വരും. ഓക്കെ, ഐറ്റം 4 ക്ലിക്ക്ഡ് ബൈ യൂസർ, ഐറ്റം 4 നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ ഡീറ്റെയിൽ സബ് ആയിട്ട് ഇവിടെ വന്നു. ഇതൊന്ന് അപ്പൊ ഇത് ക്ലിക്ക് ചെയ്യുമ്പോഴാണ് ഇത് വെക്കുന്ന ഫ്രാഗ്മെന്റ് ബി എന്ന് പറയുന്ന ഈ ഒരു കണ്ടന്റ് ഇവിടെ ഓപ്പൺ ആയി വന്നത്. ഓക്കെ, സോ ഫ്രാഗ്മെന്റ് എ, ഫ്രാഗ്മെന്റ് ബി. ഇത് വേറെ ഒന്ന് നോക്കിയേ, ഇവിടെയും ഫ്രാഗ്മെന്റ് ഒക്കെ ഡിസ്പ്ലേ ചെയ്യാം. ഇവിടെ നോക്കിയ ചാർട്ട് 1 ക്ലിക്ക് ചെയ്യുമ്പോൾ അത് ഇവിടെ കാണിക്കും. ഓക്കെ, ചാർട്ട് 2 ക്ലിക്ക് ചെയ്യുമ്പോൾ അതിന്റെ ഡിസ്പ്ലേ കാണിക്കും. ചാർട്ട് 3 ആകുമ്പോൾ അതിന്റെ ഡിസ്പ്ലേ കാണിക്കും. സോ ഇതൊരു ഫ്രാഗ്മെന്റ് ആണ്, ഈ ഒരു ഏരിയ. ഈ ഒരു പിക്ചർ അല്ല പറഞ്ഞിട്ട്, ഈ ഒരു ഏരിയ ഫ്രാഗ്മെന്റ്. അതിന്റെ ഉള്ളിൽ നമുക്ക് എന്ത് ചെയ്യാം, പ്രോഗ്രാംസ് ചെയ്ത് വെക്കാം. അപ്പൊ ഇവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ അത് വർക്ക് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പൊ ഫ്രാഗ്മെന്റ് ബി, ഫ്രാഗ്മെന്റ് എ, ഇത് മെയിൻ കണ്ടന്റ് ആണ് ഇവിടെ നമ്മുടെ മെയിൻ ആക്ടിവിറ്റി. അപ്പോൾ മെയിൻ ആക്ടിവിറ്റിയുടെ സബ് ആയിട്ട് വരുന്നതാണ് എന്ത്, ഫ്രാഗ്മെന്റ് എ, ഫ്രാഗ്മെന്റ് ബി. ഇവിടെ നോക്കിയ വേറെ പിക്ചർ, ഇവിടെ നമ്മൾ ടെക്സ്റ്റിൽ ബോക്സ് നമ്മൾ ടൈപ്പ് ചെയ്ത ശേഷം അപ്ലൈ കൊടുത്തു കഴിഞ്ഞാൽ അത് ഇവിടെ ഫംഗ്ഷൻ ആണ്. ഇവിടെ ഒരു പിക്ചറാണ്, ആ പിക്ചർ എന്ത് ചെയ്യും, നമുക്ക് ഇവിടെ കണ്ടന്റ് ആക്സസ് ചെയ്യാൻ പറ്റും. സോ ബട്ടൺ ഫ്രാഗ്മെന്റ്സ്, ഒരു ബട്ടൺ ആണ്, ഈ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിനെ ആക്സസ് ചെയ്യുന്ന കണ്ടന്റ് ഇവിടെ ഡിസ്പ്ലേ ചെയ്ത് വരാം. അപ്പൊ ഇതൊരു ഫ്രാഗ്മെന്റ് ആണ്. ഈ ഒരു 3 പോർഷൻസ് ഇവിടെ കൊടുത്തിട്ടുണ്ട് ഒരു ഫ്രാഗ്മെന്റ്. താഴെ പിക്ചർ വരുന്ന ഒരു പോർഷൻ, ഇത് വേറെ ഫ്രാഗ്മെന്റ് ആണ്. ഓക്കെ, ഈ ഫ്രാഗ്മെന്റിന് ഒരു എക്സാമ്പിൾ നമ്മുടെ വിൻഡോസിലൊക്കെ കാണാൻ പറ്റും ഒരു ഫ്രാഗ്മെന്റ് കാണാം. ഞാനൊന്ന് കാണിക്കാം. ഇവിടെ നോക്കിയേ, ഇതൊരു സിസ്റ്റം പ്രോപ്പർട്ടി അടുത്താണ് ഈ ഒരു വിൻഡോ. കണ്ടോ, സിസ്റ്റം പ്രോപ്പർട്ടി കാണുന്നുണ്ടാവും അല്ലെ. ഇതൊരു മെയിൻ ആക്ടിവിറ്റിയാണ് ഈ ഒരു പോർഷൻ. അപ്പൊ ഇതിൽ ഇവിടെ കണ്ടോ പെർഫോമൻസ് എന്നൊരു ഭാഗം, ഇതൊരു ചെറിയ ഇവിടെ ഒരു റെക്ടാങ്കിൾ കൊടുത്തിട്ടുണ്ട് പെർഫോമൻസ്. ഇതൊരു ഫ്രാഗ്മെന്റ് ആണ്. ഈ ഫ്രാഗ്മെന്റ് അകത്ത് ഇവിടെ ടെക്സ്റ്റ് കൊടുത്തിട്ടുണ്ട്, അതുപോലെ ഇവിടെ ഒരു ബട്ടൺ കൺട്രോളും കൊടുത്തിട്ടുണ്ട്. ഇത് വേറൊരു ഫ്രാഗ്മെന്റ് ആണ് താഴെയുള്ളത്, യൂസർ പ്രൊഫൈൽസ്. കണ്ടോ, ഇവിടെ ടെക്സ്റ്റിന്റെ ഒരു ബട്ടൺ കൊടുത്തിട്ടുണ്ട്. കണ്ടോ, ഇത് വേറൊന്ന്. ഇവിടെ എൻവയോൺമെന്റൽ വേരിയബിൾ എന്നാണ് കൊടുത്തിട്ടുണ്ട്. ഇത് മെയിൻ ഫ്രാഗ്മെന്റിലെ മെയിൻ ആക്ടിവിറ്റിയുള്ള കണ്ടന്റ് ആണ്. ക്ലിയർ അല്ലേ? ഞാൻ വിൻഡോസിൽ ഒരു എക്സാമ്പിൾ പറഞ്ഞു മാത്രം. ഇതുപോലെയുള്ള ഒരു കൺസെപ്റ്റ് ആണ് ഫ്രാഗ്മെന്റ്സ് എന്ന് പറഞ്ഞത്. മെയിൻ ആക്ടിവിറ്റി ഇവിടെ ഉണ്ടാകും, അതിൽ നമുക്ക് ഓരോന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ അതിനനുസരിച്ചുള്ള കണ്ടന്റ് വരും. ഇപ്പൊ ഇവിടെ നോക്കിയ സെറ്റിംഗ്സ് എന്ന ഓപ്ഷൻ, ഇവിടെ ഫ്രാഗ്മെന്റ്സ് വേരിയബിൾസ് കൊടുത്തു, എൻവയോൺമെന്റൽ വേരിയബിൾസ്. ഇവിടെ വേറെ ഒന്ന് ഓപ്പൺ ആയി വന്നു. ഓക്കെ,
ഇതൊരു ആക്ടിവിറ്റിയാണ്. ഇപ്പൊ ഓപ്പൺ ആയി വന്നത് ഒരു ആക്ടിവിറ്റി. ഇവിടെ ഈ ഒരു ഭാഗമാണ് എന്നല്ല, ഇവിടെ കണ്ട ഒരു റെക്ടാങ്കിൾ കണ്ടോ, യൂസർ വേരിയബിൾ ഫോർ കണ്ടോ, ഈ ഒരു കണ്ടന്റ്. യെസ്, ഈ ഒരു പോർഷൻ ആണ് വിചാരിക്കുന്നത്. ഇതാണ് ഒരു ഫ്രാഗ്മെന്റ്. ദെൻ ഇത് വേറെ ഫ്രാഗ്മെന്റ് ഇവിടെ കണ്ടോ, ഇതാണ് ഫ്രാഗ്മെന്റ് ഒരു എക്സാമ്പിൾ എനിക്ക് പറയാൻ പറ്റും. ഇതുപോലെയുള്ള ഒരു കൺസെപ്റ്റ്. ഇവിടെ ഇതൊരു ഫ്രാഗ്മെന്റ്സ് ആണ്. ഇത് താഴെ ഈ പിക്ചർ ലോഡ് ചെയ്യുന്ന ഒരു ഭാഗം വേറെ ഫ്രാഗ്മെന്റ് ആണ്. ഇത് എപ്പോഴാണ് വർക്ക് ചെയ്യുക? നമ്മൾ ഏതെങ്കിലും ഓപ്ഷൻസ് ക്ലിക്ക് ചെയ്യുമ്പോൾ അതനുസരിച്ച് ഇത് കോൾ ചെയ്യപ്പെടും, ഈ ഫ്രാഗ്മെന്റ് കോൾ ചെയ്യും. ക്ലിയർ അല്ലേ? നെക്സ്റ്റ് ആണ് ഇന്റന്റ്. ഇന്റന്റ് ഒക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ജസ്റ്റ് ഒന്ന് ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞു പോയതാണ്. ഇവിടെ മെയിൻ ആക്ടിവിറ്റി, ഇത് നമ്മുടെ മെയിൻ ആക്ടിവിറ്റി, ആക്ടിവിറ്റി 1. ഇവിടെ ആക്ടിവിറ്റി 2, ആക്ടിവിറ്റി 3. ഈ രണ്ട് ആക്ടിവിറ്റികൾ ഏതെങ്കിലും ഒരു ആക്ടിവിറ്റി നമുക്ക് എന്ത് ചെയ്യും, വർക്ക് ചെയ്യിപ്പിക്കണം. എങ്ങനെ വർക്ക് ചെയ്യും? ഇന്റന്റ് ഉപയോഗിച്ചിട്ട്. ഇന്റന്റ് ശരിക്കും ഉപയോഗിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? അതിനെ ഇൻവോക്ക് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നത്. ജാവയിലൊക്കെ ഇൻസ്റ്റൻസ് പറയാറുണ്ടല്ലോ, അതേ കൺസെപ്റ്റ് തന്നെ. ഇവിടെ ഇന്റന്റ് യൂസ് ചെയ്തിട്ടാണ് ഈ ആക്ടിവിറ്റി 2, ആക്ടിവിറ്റി 3 എന്ന് പറഞ്ഞ ഈ രണ്ടെണ്ണത്തിൽ ഏതെങ്കിലും ഒന്നിനെ ഇൻവോക്ക് ചെയ്യുക. ഈ ആക്ടിവിറ്റി 1 ജസ്റ്റ് കോഡ്, ഇതിന്റെ കോഡ് ഉണ്ടാവും. ആക്ടിവിറ്റി 2, ആക്ടിവിറ്റി 3 കോഡ് ഉണ്ടാവും. ഇതിനെ പ്രോഗ്രാം റൺ ചെയ്യിപ്പിക്കാതെ ഇൻവോക്ക് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന കണ്ടന്റ് ആണ് ഇന്റന്റ് എന്ന് പറയുന്നത്. ഓക്കെ. ദെൻ കണ്ടന്റ് പ്രൊവൈഡേഴ്സ്. നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലേ, കണ്ടന്റുകൾ പ്രൊവൈഡ് ചെയ്യുന്നവരാണ് കണ്ടന്റ് പ്രൊവൈഡേഴ്സ് എന്ന് പറയുന്നത്. ഇവിടെ ഇതൊരു കോണ്ടാക്ട് ലിസ്റ്റ് പോലെയുള്ള കണ്ടന്റ് ആണ്. അപ്പൊ ഇവിടെ നമുക്ക് ഈ ഒരു പോർഷൻ ജസ്റ്റ് ഫസ്റ്റ് ഭാഗം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് ഇതുപോലെ വരും. അല്ല, ഇവിടെ ഒരു പിക്ചർ, അതിന്റെ ഡീറ്റെയിൽസ്, താഴെ കണ്ടന്റുകളൊക്കെ. അപ്പൊ ഇത് ഈ ഒരു സിംഗിൾ ഡാറ്റയാണ് ഇങ്ങോട്ട് പ്രൊവൈഡ് ചെയ്തത്. ഇത് മൾട്ടിപ്പിൾ ഡാറ്റയുടെ ഒരു ഭാഗമാണ്. കണ്ടന്റ്, ഒരുപാട് കണ്ടന്റുകൾ ഇതിലുണ്ട്. അതിൽ ഒരു കണ്ടന്റ് എടുത്ത് നമുക്ക് ഡിസ്പ്ലേ ചെയ്ത് കിട്ടി. അത് എന്തും ആകാം. ഇപ്പൊ ഗാലറി എന്ന് പറഞ്ഞാൽ ഓപ്പൺ ആയി കഴിഞ്ഞാൽ ഗാലറിയിൽ ഈ ഇമേജ് ഉണ്ടായിരിക്കും, വീഡിയോസ് ഉണ്ടായിരിക്കും, ജിഫ് അനിമേഷൻസ് ഉണ്ടായിരിക്കും. നമ്മൾ ഏതെങ്കിലും ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ ഡീറ്റെയിൽസ് നമുക്ക് ഇവിടെ കാണാൻ കഴിയും. ഓക്കെ അല്ലേ? സോ കണ്ടന്റ് പ്രൊവൈഡേഴ്സ്. ഇവിടെ വേറൊരു ഓപ്ഷൻ നോക്കിയാൽ ഇതും കോൺടാക്ട് ലിസ്റ്റ് ആണ് കേട്ടോ, നമ്മുടെ കോൺടാക്ട് ലിസ്റ്റ് ആണ്. ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു കണ്ടന്റ് എന്ന് പറഞ്ഞാൽ ഇവിടെ ഓപ്ഷൻസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഫാമിലി എന്ന് പറഞ്ഞ ഒരു ഗ്രൂപ്പാണ് ഇല്ലേ, ജസ്റ്റ് ഒരു ഗ്രൂപ്പിന് ഓപ്ഷൻ ഉണ്ട്. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞു, ഇത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഓരോന്ന് ആഡ് ചെയ്യാൻ പറ്റും. ഫാമിലി എന്ന ഓപ്ഷൻസ് ആയിട്ട് ഇതിൽ നിന്നാണ് ഓരോന്ന് ആഡ് ചെയ്യുക. ഓക്കെ. അപ്പൊ ഇവിടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ, ഒരു കോൺടാക്ട് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ കോൺടാക്ടിന്റെ ഡാറ്റ നമുക്ക് ആക്സസ് ചെയ്യാൻ കഴിയും. ക്ലിയർ? കണ്ടന്റ് പ്രൊവൈഡേഴ്സ്. ദെൻ സർവീസസ്. സർവീസസ് വൈഫൈ, GPS, ഡാറ്റ കണക്ഷൻ, ഹോട്ട്സ്പോട്ട്, ഇതെല്ലാം വരുന്ന കണ്ടന്റുകൾ. ഇതുപോലെയുള്ള സർവീസസ് എല്ലാം ആക്സസ് ചെയ്യാൻ കഴിയുന്നത് ഫണ്ടമെന്റൽ കമ്പോണൻസിൽ വരുന്നതാണ്. അപ്പൊ നോക്കി, ഇവിടെ സർവീസ് ആക്ടിവേഷൻ നടത്തുകയാണ്. സെൻഡ് ബ്രോഡ്കാസ്റ്റ് ആൻഡ്രോയിഡ് മെഷീനിൽ വർക്ക് ചെയ്തതിനു ശേഷം ഓൺ റിസീവ്, അതായത് ഏത് ആക്ടിവിറ്റിക്കാണ് ആവശ്യമുള്ളത് ആ ആക്ടിവിറ്റി റിസീവ് ചെയ്തു. അപ്പൊ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു ആക്ടിവിറ്റി, ഇത് ഒരു പ്രോഗ്രാം എന്ന് പറയുന്നത് ലൊക്കേഷൻ ഷെയറിംഗ് എന്ന് വിചാരിക്കാം. അപ്പൊ നമ്മൾ ഈ ലൊക്കേഷൻ ഷെയറിംഗ് ചെയ്യുന്ന ആപ്ലിക്കേഷൻ ആ ആക്ടിവിറ്റി ഇവിടെ ക്രിയേറ്റ് ചെയ്യാണ്. അപ്പൊ നമുക്ക് ആവശ്യമുള്ളത് ലൊക്കേഷൻ ആകുമ്പോൾ GPS എന്ന സർവീസ് ആവശ്യമുണ്ട്. അപ്പൊ ആ സർവീസ് ഇവിടെ ഉണ്ടായിരിക്കും. അത് ആൻഡ്രോയിഡിലെ ബേസിക് സിസ്റ്റവുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ട് സെൻഡ് ബ്രോഡ്കാസ്റ്റ് എന്ന് പറയുന്ന ഈ ഒരു ഫംഗ്ഷൻ, ഈ ഒരു മെത്തേഡ് കോൾ ചെയ്തതിനു ശേഷം നമുക്ക് ഇവിടെ ആക്സസ് ചെയ്യാൻ കഴിയും. അപ്പോൾ ബൈ ഡിഫോൾട്ട് സിസ്റ്റത്തിലുള്ള ഒരു ഡിവൈസ് ആണ് GPS എന്ന് പറഞ്ഞ സർവീസസ്. ആ സർവീസ് നമുക്ക് ഇവിടെ നമ്മുടെ ആക്ടിവിറ്റിയിലോട്ട് ആക്സസ് ചെയ്ത് കിട്ടി. ഇനി നമുക്ക് അത് ഉപയോഗിച്ച് വർക്ക് ചെയ്യാം. ഇപ്പോൾ നമുക്കറിയാം എക്സെൻഡർ, അതുപോലെ ഷെയർ ഇറ്റ്, ഫയൽ ഷെയർ എന്ന് പറഞ്ഞ ആപ്ലിക്കേഷൻസ് ഒക്കെ, ഇതെല്ലാം ഓൺ ആക്കുമ്പോൾ ഓട്ടോമാറ്റിക് എന്തോ ഓൺ ആവും, നമ്മുടെ വൈഫൈ അല്ലെങ്കിൽ ഹോട്ട്സ്പോട്ട് ഓൺ ആവും അല്ലേ? അപ്പൊ അതിനെ ആക്സസ്, ആ ഒരു സർവീസ് നമുക്ക് ഇവിടെ ആക്സസ് ചെയ്യണം. ആ ഒരു വൈഫൈ സർവീസ് ആക്സസ് ചെയ്യണമെങ്കിൽ അവിടെ വൈഫൈ എന്നുള്ള സർവീസ് ആണ്. നമുക്ക് ഇവിടെ നമ്മുടെ ആക്ടിവിറ്റി, ഏത് ആക്ടിവിറ്റി ആണോ അത് നമ്മൾ ആ ആപ്ലിക്കേഷൻ ഓപ്പൺ ആക്കുമ്പോൾ തന്നെ മെയിൻ ആക്ടിവിറ്റി ഓൺ ആവും. അത് ആ സമയത്ത് തന്നെ ഓട്ടോമാറ്റിക് എന്താ ഓൺ ആയി വരും, ഈ വൈഫൈ ഓൺ ആയി വരും. അതാണ് സർവീസസ് എനേബിൾഡ് കണ്ടന്റ് ആണ്. ലാസ്റ്റ് വൺ, ആൻഡ്രോയിഡ് manifest.xml. ഇതൊരു XML ഫയലാണ്. മാനിഫെസ്റ്റ് എന്ന് കേട്ടിട്ടുണ്ടാവില്ലേ? എന്താ യൂസ് ചെയ്യുന്നത്? നമ്മുടെ കണ്ടന്റുകൾ കംപ്ലീറ്റ് ആക്സസ് ചെയ്യുന്ന ഓപ്ഷൻ. അതായത് ഫയലിന്റെ പ്രോപ്പർട്ടീസ് ഒക്കെ നമുക്ക് ഇവിടെ റെപ്രസെന്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, ആൻഡ്രോയിഡിന്റെ വെർഷൻ എത്ര തന്നെ യൂസ് ചെയ്തുള്ളത്, അതുപോലെ ആൻഡ്രോയിഡിന്റെ ആപ്ലിക്കേഷൻ നെയിം എന്താണ്, മെയിൻ ആക്ടിവിറ്റി, അതിന്റെ തീം ഏത് ടൈപ്പ് തീമാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഇത് വളരെ ബേസിക് ആണ്. ഇത് മാത്രമല്ല, ഒരുപാട് കണ്ടന്റ്, ഏതൊക്കെ ലോഞ്ചർ ഉപയോഗിച്ചാണ് വർക്ക് ചെയ്യുന്നത്, ഒരുപാട് ഡാറ്റ നമുക്ക് ഇതിൽ ആക്സസ് ചെയ്യാൻ പറ്റും, അതിന്റെ വേർഷൻസ്. പിന്നെ നമുക്ക് XML യൂസ് ചെയ്തിട്ട് ഈ ആൻഡ്രോയിഡ് മാനിഫെസ്റ്റിലാണ് നമ്മുടെ പെർമിഷൻസ് അലോ ചെയ്യുക. ഒരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ പെർമിഷൻസ് ചോദിക്കാറുണ്ടല്ലോ, ആ പെർമിഷൻസ് ഒക്കെ ആക്സസ് ചെയ്യുന്നത് ഇവിടെ വെച്ചിട്ടാണ്. ഏതൊക്കെ പെർമിഷൻ ആക്സസ് ചെയ്യണം എന്നുള്ളത് നമുക്ക് ഇവിടെ ആൻഡ്രോയിഡ് manifest.xml എന്ന് പറഞ്ഞ ഈ ഒരു ഫയലിൽ ഇൻബിൽഡ് ചെയ്യാൻ പറ്റും അല്ലെ? ആൻഡ്രോയിഡ് manifest.xml. ക്ലിയർ? സോ നമ്മൾ പഠിച്ചു വന്നത് ആൻഡ്രോയിഡ് ആപ്ലിക്കേഷൻ ഫണ്ടമെന്റൽ കമ്പോണൻസ് ഏതൊക്കെയായിരുന്നു? വ്യൂസ്, ആക്ടിവിറ്റി, ഫ്രാഗ്മെന്റ്സ്, ഇൻഡന്റ്, കണ്ടന്റ് പ്രൊവൈഡേഴ്സ്, സർവീസ്, ആൻഡ്രോയിഡ് manifest.xml. ഓക്കെ, ക്ലിയർ ആയല്ലേ? സോ നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് ആൻഡ്രോയിഡ് ഡെവലപ്പിംഗ് എൻവയോൺമെന്റ് എങ്ങനെ യൂസ് ചെയ്യാന്നുള്ളത് പഠിക്കാം. ഓക്കെ, താങ്ക് യു.